സൗമ്യ, ഈ സർക്കാർ, അതായത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ അധികാരത്തിൽ വന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ എടുത്ത തീരുമാനമാണ് ജിഷ കൊലപാതക കേസിലെ പ്രതികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക, ഈ സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളത്. അതിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് പുതിയ അന്വേഷണ സംഘത്തെ രൂപീകരിക്കാനും വളരെ പെട്ടെന്ന് തന്നെ അന്വേഷണം പൂർത്തീകരിക്കണമെന്ന നിർദ്ദേശം മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കൂടിയായ പിണറായി വിജയൻ തന്നെ നേരിട്ട് ADGP സന്ധ്യയ്ക്ക് നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അന്വേഷണ ഉദ്യോഗസ്ഥരെ, അതായത് നേരത്തെ ഉണ്ടായിരുന്ന പോലീസിന് ഉണ്ടായിരുന്ന അപമാനം മാറ്റിയെടുക്കണം എന്നുള്ളൊരു നിർദ്ദേശം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ആദ്യമേ നൽകിയത്. അതിനുവേണ്ട അന്വേഷണ ഉദ്യോഗസ്ഥരെ ADGP സന്ധ്യയാണ് മേൽനോട്ടം വഹിക്കുന്നത്. ADGP സന്ധ്യയോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ വേണ്ട ഉദ്യോഗസ്ഥരെ സന്ധ്യ തന്നെ നിർദ്ദേശിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അനുവദിച്ച് നൽകുകയും ചെയ്ത് ഒരു സ്പെഷ്യൽ ടീമിനെ രൂപീകരിച്ചുകൊണ്ടുള്ള അന്വേഷണ സംഘം DGP ലോക്നാഥ് ബെഹ്റ തന്നെ അത് നേരിട്ട് സ്ഥലത്തെത്തി വേണ്ട നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ അതിനുവേണ്ട അത് തുടർ അന്വേഷണത്തിന് ശാസ്ത്രീയപരമായിട്ടുള്ള തെളിവുകളിലേക്ക് കടക്കണം എന്നുള്ളതടക്കം വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണമാണ് ഏകദേശം ഇപ്പോൾ പൂർത്തീകരണത്തിൽ എത്തിയിരിക്കുന്നത്. ഇനിയുള്ള മണിക്കൂറുകൾ, കാരണം ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ മാത്രമേ ഇവിടെ ഈ പ്രതിക്കെതിരെ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ്. അതിനുശേഷം ഈ പ്രതിയെ കൃത്യമായ തെളിവുകൾ, ശാസ്ത്രീയ തെളിവുകൾ, അത് ഇയാൾക്ക് എതിരായി വരുന്ന ഒരു സാഹചര്യം വരുമ്പോൾ കൃത്യമായ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ സംഭവത്തെക്കുറിച്ചും എങ്ങനെയാണ് ജിഷയെ കൊലപ്പെടുത്തിയത് എന്നുള്ളതിനെക്കുറിച്ചും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ള ആസാം സ്വദേശി മിൻ അരുൾ പറയുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ ഒരു നിലപാട്. ഇപ്പോൾ കൊച്ചിയിലെ ഒരു രഹസ്യ കേന്ദ്രത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. സമീർ നേരത്തെ തന്നെ നമ്മോട് വ്യക്തമാക്കിയാണ്. എൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ സമീറിൽ നിന്ന് നമുക്ക് വീണ്ടും ലഭ്യമാകേണ്ടതുണ്ട്. ഏതായാലും ഇവിടെ തിരുവനന്തപുരത്ത് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള DNA ഫലം കൊച്ചിയിലെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കൈകളിൽ എത്തിച്ചേരുമ്പോഴേക്കും ആദ്യ സ്ഥിരീകരണം ലഭിച്ചു കഴിയും. കാരണം നേരത്തെ ഫോറൻസിക് പരിശോധനാ ഫലം ഈ ചെരുപ്പിൽ കണ്ട രക്തക്കറ എന്ന് പറയുന്നത് ഇയാളുടെ രക്ത ഗ്രൂപ്പുമായിട്ടും അതിൻ്റെ കോശങ്ങളുമായിട്ടൊക്കെ താരതമ്യമുള്ളത് എന്നുള്ളത് നേരത്തെ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഹൈദരാബാദ് ലാബിൽ കൊടുത്തിട്ടുള്ള കേന്ദ്ര ലാബിൻ്റെ പരിശോധനാ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനം പിന്നെ DNA പരിശോധനാ ഫലവും കൂടെ കൃത്യതയിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായും അറസ്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ചോദ്യം ചെയ്യലും ഇയാൾ ഏതു തരത്തിലാണ് ഈ കൊലപാതകം ചെയ്തത് എന്നുള്ള വിശദീകരണം വാർത്താ സമ്മേളനത്തിൽ തന്നെ നടത്താനുള്ള ഒരു നീക്കമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകിയത്. അസം സ്വദേശി മിൻ അരുൾ ആണോ ജിഷയുടെ കൊലപാതകം? ഇയാൾ കുറ്റം സമ്മതിച്ചിരിക്കുന്നു. DNA പരിശോധനാ ഫലം കൂടി വരുന്നതോടുകൂടി ഇതിന്റെ സ്ഥിരീകരണം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സംസാരിക്കുകയാണ്. തത്സമയ ശബ്ദ സംപ്രേഷണം. പോലീസിന്റെ സാമർഥ്യത്തോടെ പ്രതികളെ പിടിക്കാൻ കഴിയുമെന്നാണ് ഇതിലൂടെ തെളിയിച്ചിട്ടുള്ളത്. ജിഷ കൊലപാതകം നടന്നപ്പോൾ തെളിവുകൾ നശിപ്പിച്ചു എന്ന ആരോപണത്തിന് മറുപടിയാണ് ഇപ്പോൾ ഈ പ്രതിയെ കണ്ടെത്താൻ സഹായിച്ചിട്ടുള്ളത്. അന്ന് ചെരുപ്പ് കണ്ടെത്തിയപ്പോൾ പല മാധ്യമങ്ങളും കളിയാക്കി ചെരുപ്പും തൂക്കി നടക്കുകയാണെന്ന് പറഞ്ഞു. ഇന്ന് ആ ചെരുപ്പ് തന്നെയാണ് ഈ കേസിന്റെ തുമ്പുണ്ടാക്കിയത്. അപ്പോൾ ആദ്യത്തെ അന്വേഷണ സംഘം തുടക്കം മുതൽ തന്നെ ശേഖരിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രതിയെ കണ്ടെത്താനായി കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തെളിവുകൾ നശിപ്പിച്ചു, പോലീസിന്റെ ആദ്യത്തെ അന്വേഷണങ്ങളെല്ലാം തെറ്റാണ് എന്ന് തുടങ്ങിയിട്ടുള്ള വാദമുഖങ്ങളുടെ മുനയൊടിയുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. തീർച്ചയായും കേരള പോലീസിനെ നമ്മളെല്ലാവരും അഭിനന്ദിക്കണം. എത്ര ഗുരുതരമായ അഴിയാത്ത കേസുകളും അഴിയിക്കാൻ കഴിയുന്ന സാമർഥ്യമുള്ള പോലീസാണ് കേരള പോലീസ്. മുൻ ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിലും ഞാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. പക്ഷേ എനിക്കൊരു വിഷമമേ ഉള്ളൂ, ആ കാലഘട്ടത്തിൽ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കുകയും കേസ് തേച്ചു മായ്ച്ചു കളയാൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ ഇപ്പോൾ തെറ്റാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു. അന്നത്തെ ആരോപണങ്ങളിലൊക്കെ ദുഃഖമുണ്ട്. പക്ഷെ ഇന്ന് കേസിന് തുമ്പുണ്ടാക്കാനും പ്രതിയെ പിടിക്കാനും കഴിഞ്ഞതിൽ അതീവ സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ്. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ജിഷയുടെ കൊലപാതക പിടിയിലായിരിക്കുന്നു. അസം സ്വദേശി മിൻ അരുളാണ് പിടിയിലായിരിക്കുന്നത്. 30 വയസ്സാണ് ഇയാൾക്ക് ഉള്ളത്. ഇയാളെ കൊച്ചിയിലെ രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. 3 ദിവസം മുൻപ് പാലക്കാട് വെച്ചാണ് ഇയാൾ പിടിയിലായത്. കുറ്റം സമ്മതിച്ചതായാണ് സ്ഥിരീകരണം വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണത്തിലേക്ക്. പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. അപ്പോൾ പൂർണ്ണ വിവരങ്ങൾ പോലീസിന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും
അധികം വൈകാതെ തന്നെ അവരിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ ലഭിക്കും. ആസാം സ്വദേശി മിൻ ആറുളാണ് പിടിയിലായത്. ജിഷയുടെ കൊലപാതകി. ഇയാൾ കുറ്റം സമ്മതിച്ചിരിക്കുന്നു. ഇനി വളരെ നിർണായകമായ DNA പരിശോധനാ ഫലമാണ് ഇനി വരാനുള്ളത്. സമീർ വഴങ്ങോട് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അതിനു മുൻപ് ഏറ്റവും പുതിയ ചില വിവരങ്ങൾ കൂടി കൂട്ടിച്ചേർക്കേണ്ടിയിരിക്കുന്നു. അതിൽ സുനിൽ അരമാനൂരിലേക്ക് പോവുകയാണ്. സുനിൽ, എന്താ ഇനിയിപ്പോൾ അറിയാനുള്ളത്? ചില സുപ്രധാനമായ കാര്യങ്ങളാണ്. ഒരു ഭാഗത്ത് ജോമൻ പുത്തൻപുരയ്ക്കൽ ആരോപിക്കുന്നത് പോലെ അടക്കമുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. എന്തിനു വേണ്ടി ഈ കൊല നടത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ. ജിഷയ്ക്ക് പരിചയമുള്ള ആളായിരുന്നു. പലയിടങ്ങളിലും ഈ പിടിയിലായ ആളുമായി ജിഷയെ പലയിടങ്ങളിലും കണ്ടിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ തെളിവുകളാണ്. എങ്ങനെ ഈ കൊല നടത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി പുറത്ത് അറിയേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ് സുനിൽ? സൗമ്യ, ഈ ആസാം സ്വദേശിയെ ശാരീരികമായി യാതൊരു തരത്തിലുള്ള ഉപദ്രവവും ഏൽപ്പിക്കാതെ തന്നെ ഇയാൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ പറയുന്നത്. അതായത് ഇയാളെ പാലക്കാട് നിന്ന് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന സമയത്ത് തന്നെ ഇയാൾ ഏതു തരത്തിലാണ് ജിഷയെ കൊലപ്പെടുത്തിയത് എന്ന് പറഞ്ഞു. ഇയാൾ മദ്യപിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ മദ്യപിച്ചു കഴിഞ്ഞാൽ ലൈംഗിക വൈകൃതം നേരത്തെ ഇയാൾ പ്രകടമാക്കുന്ന ഒരാളാണ്. മദ്യപിക്കുന്ന വ്യക്തി. അതോടൊപ്പം തന്നെ ഇയാൾ ഈ ചൈനീ കൈനി പോലുള്ള പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തി എന്നും പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇയാൾ തന്നെ പറഞ്ഞ് അതിൻ്റെ ഉപയോഗം കൂടുമ്പോൾ ഇയാൾക്ക് മാനസിക നില തന്നെ തകരാറിലാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് ഇയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു ലൈംഗിക വൈകൃതത്തിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് തന്നെയാണ് ഈ കൊലപാതകം എന്ന് തന്നെയാണ് ഈ ആസാം സ്വദേശി പോലീസ് ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് സംഭവം നടക്കുന്ന ദിവസം ഏപ്രിൽ 28 വൈകുന്നേരം 4 മണിക്ക് ഇയാൾ ജിഷയുടെ വീട്ടിൽ എത്തിച്ചേരുന്നു. അന്ന് മദ്യപിച്ച് തന്നെയാണ് ജിഷയുടെ വീട്ടിലേക്ക് വരുന്നത്. ജിഷയെ ക്രൂരമായി ലൈംഗിക വീഴ്ചയ്ക്ക് വിധേയമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടന്നത്. അതിൽ നിന്ന് ജിഷ എതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് പറയുന്നു. അപ്പോഴത് ക്രൂരമായിട്ടുള്ള കൊലപാതകത്തിലേക്ക് വഴിവെച്ചു. ജിഷയുടെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം ക്രൂരമായ രീതിയിൽ കമ്പി ഉപയോഗിച്ചുകൊണ്ട് ജനനേന്ദ്രിയം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ കുത്തിമുറിവേൽപ്പിച്ചു. മാറിടത്തിൽ മുറിവ് ഉണ്ടായി എന്നുള്ള തരത്തിലേക്കാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ മുമ്പാകെ ഈ ആസാം സ്വദേശി മിൻ ആറുൾ പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥർ കേട്ടു എങ്കിൽ പോലും ഇതിനകത്ത് തെളിവ് എന്ന് പറയുന്നതാണ് ഇവർക്ക് നിർണായക ഘടകമായി വരിക. പ്രത്യേകിച്ച് ഇത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അന്വേഷണം നടത്താതെ ഒളിപ്പിച്ചു വെച്ച ഒരു കേസായതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ തെളിവുകൾ അടിസ്ഥാനത്തിൽ മാത്രമേ പ്രതിയെ അറസ്റ്റ് ചെയ്യാവൂ എന്നും കേസിൻ്റെ വിശദാംശങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും പറയാവൂ എന്ന് വളരെ വ്യക്തമായിട്ടുള്ള നിർദ്ദേശം DGP തന്നെ ADGP സന്ധ്യയ്ക്ക് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് പോലും ചോദ്യം ചെയ്യുന്നത്. ഇനി നമ്മൾ ഏവരും കാത്തിരിക്കുന്നത് DNA പരിശോധനാ ഫലമാണ്. ആ റിസൾട്ട് കൂടി കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായ രീതിയിലുള്ള ഇയാളുടെ ചോദ്യം ചെയ്തതിൽ ക്യാമറ റെക്കോർഡിംഗ് അടക്കമുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ നേരത്തെ ക്യാമറയിൽ റെക്കോർഡ് ചെയ്തിരുന്നു. ഇത് വീണ്ടും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നുകൂടെ ചോദ്യം ചെയ്യലുണ്ടാകും. കാരണം ഏതെങ്കിലും തരത്തിലുള്ള വൈരുദ്ധ്യം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കൂട്ടിച്ചേർക്കലോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതിലുള്ള കളവോ അങ്ങനെ എന്തെങ്കിലും പുറത്തു വരുന്നതിന് വേണ്ടിയിട്ട് ഒരിക്കൽ കൂടെ മറ്റു ചില ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യലുണ്ടാകും. അതിനുശേഷമായിരിക്കും ADGP സന്ധ്യ ഇതിനകത്ത് വാർത്താ സമ്മേളനം നടത്തി ഇയാളാണ് പ്രതി എങ്കിൽ കൃത്യമായ രീതിയിലുള്ള വിശദീകരണം ഈ കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ നൽകും എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. ഏതായാലും ഇപ്പോഴത്തെ ഒരു സ്ഥിതിഗതികൾ അനുസരിച്ച് ഇയാൾ തന്നെയാണ് കൃത്യം നിർവഹിച്ചത്. അത് ഈ പറഞ്ഞ തരത്തിലാണ് ലൈംഗികമായിട്ടുള്ള വൈകൃതം അവിടെ. ഇപ്പോൾ തിരികെ എത്താം സുനിൽ, ഇപ്പോൾ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ തിരുവഞ്ചൂർ, വളരെ സുപ്രധാനമായ ഒരു വഴിത്തിരിവ് തന്നെയാണ് ജിഷയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത്. പ്രതി പിടിയിലായിരിക്കുന്നു. എങ്ങനെയാണ് ആദ്യം തന്നെ താങ്കളുടെ പ്രതികരണം? ഇവിടെ ജിഷയുടെ കൊലപാതകയെ പിടികിട്ടിയതിൽ ഞാൻ സന്തോഷം രേഖപ്പെടുത്തുകയാണ്. ആ കൊലപാതകത്തിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ ഒരാളായാലും പല ആളുകളായാലും അവർ ബഹുജന സമക്ഷത്തിൽ കൊണ്ടുവരണം. നിയമത്തിൻ്റെതായ വഴിക്ക് തന്നെ പോകണം. ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ഉദ്യോഗസ്ഥർക്ക് എല്ലാ വിധത്തിലുള്ള പിന്തുണ കൊടുത്ത് ഇതുപോലുള്ള നടപടികൾ നമ്മുടെ നാട്ടിൽ ഇനി ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള സ്റ്റെപ്പ് ഉണ്ടാകണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഒരുപക്ഷെ പുതിയ അന്വേഷണ സംഘത്തിന്റെ ഈ ഒരു വളരെ വേഗത്തിലുള്ള ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട നിലപാടുകളൊക്കെ അല്ലെങ്കിൽ ഇപ്പൊ ഈ പ്രതിയെ പിടിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചേർന്ന ആ ഒരു സാഹചര്യമൊക്കെ അതിനെ എത്രത്തോളം പ്രശംസനീയമാണ്? സ്വാഭാവികമായിട്ടും ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ അവർക്കുണ്ടാകാവുന്ന പ്രയാസങ്ങൾ സംഭവം നടന്ന താമസം വരുമ്പോൾ സ്വാഭാവികം തെളിവുകളിൽ
പ്രയാസങ്ങൾ പലതും ഉണ്ടാവും. ആ പ്രയാസങ്ങളെ എല്ലാം ലംഘിച്ച് യഥാർത്ഥ പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് നിശ്ചയമായിട്ടും അഭിനന്ദനാർഹം തന്നെയാണ്. ഒരു പക്ഷേ ഇവിടെ കഴിഞ്ഞ സർക്കാർ ഏറ്റവും കൂടുതൽ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒക്കെ തന്നെയും പഴി കേട്ടിരുന്ന ഒരു വിഷയം കൂടിയാണ് ഇത്. ജിഷയുടെ കൊലപാതകം, അതിനുശേഷം നടന്നിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി പോലീസിന് തെളിവ് ശേഖരിക്കുന്നില്ല. 5 ദിവസങ്ങൾക്ക് ശേഷമാണ് ആ വീട് സീൽ ചെയ്യുന്നത് പോലും ചെയ്യുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ആ ഒരു പഴിയൊക്കെ അവിടെ കിടക്കുമ്പോൾ അതിനെയൊക്കെ മറികടക്കാനാകും ഇന്ന് ഈ ഒരു വഴിത്തിരിവ് എന്ന് കൂടി കരുതുന്നുണ്ടോ? ഞാൻ അതിനകത്തെ പൊളിറ്റിക്സിലോട്ടല്ല ഞാൻ കിടക്കുന്നത്. ഞാൻ അതിന്റെ മെറിറ്റിന്മേൽ നിൽക്കുകയാണ്. ഒരു കൊലപാതകയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നടപടി നടത്തി. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെയാണ് ശ്രീമതി സന്ധ്യയുടെ നേതൃത്വത്തിൽ വിമൻസ് ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിച്ചത്. ആ വിമൻ ഇൻവെസ്റ്റിഗേഷൻ ടീമിലുള്ള ആളുകൾ തന്നെയാണ് പുതിയ ഗവൺമെന്റ് വെച്ചിട്ടുള്ള ടീമിലും ഉള്ളത്. അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആ ടീമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് മാധ്യമങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഒരിക്കലും സംഭവിക്കാത്ത ചില കാര്യങ്ങൾ, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഒരിക്കലും സംഭവിക്കാത്ത ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെ ഉണ്ടാകാൻ പാടില്ല എന്നൊരു നിരീക്ഷണം കൂടി താങ്കൾക്ക് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ജിഷയുടെ മരണം നടന്ന ഉടൻ തന്നെ അതിൽ ഇടപെടുന്നതിൽ അല്ലെങ്കിൽ ആ കാര്യം പുറം ലോകം അറിയുന്നതിൽ പോലും അലംഭാവം ഉണ്ടായി. കൃത്യമായി തെളിവുകൾ ശേഖരിക്കാനായില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച 5 ദിവസങ്ങൾക്ക് ശേഷമാണ് വീട് സീൽ ചെയ്തത്. ജിഷയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത് ഉടനെ തന്നെ കത്തിച്ചു കളയുകയുണ്ടായി. ഇത്തരം കാര്യങ്ങൾ ഇനി സംഭവിച്ചുകൂടാ എന്നൊരു നിരീക്ഷണം കൂടി താങ്കൾക്ക് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. യെസ്, വളരെ നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ അവസരത്തിൽ നമ്മോട് സംസാരിച്ചതിന്. ഏതായാലും പുതിയ അന്വേഷണ സംഘത്തിന് വലിയ പ്രശംസ പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ജിഷയുടെ കൊലപാതകി പിടിയിലായിരിക്കുന്നു. അസം സ്വദേശി മിൻ ആറുളാണ് പിടിയിലായിരിക്കുന്നത്. 30 വയസ്സാണ് ഇയാൾക്ക് ഉള്ളത്. ഇനി എന്തിനായിരുന്നു കൊലപാതകം എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായ ഒരു വിവരം കൂടി ലഭ്യമാകേണ്ടതുണ്ട്. അതൊക്കെ പോലീസ് മേധാവി നമുക്ക് വ്യക്തമാക്കി തരും. അല്പസമയത്തിനകം തന്നെ അവർ വാർത്താസമ്മേളനം നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ നേരത്തെ സുനിൽ ഞങ്ങളുടെ റിപ്പോർട്ടർ പങ്കുവച്ച വിവരം പോലെ ബലാത്സംഗം തന്നെയായിരുന്നു ലക്ഷ്യം എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അതിന്റെ ഈ വാർത്തയിലേക്ക് തന്നെ വളരെ വേഗം തിരികെ എത്താം. ജിഷയുടെ കൊലപാതകി പിടിയിലായിരിക്കുന്നു. അസം സ്വദേശി മിൻ ആറുളാണ് പിടിയിലായിരിക്കുന്നത്. ഇയാൾ കുറ്റം സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു. DNA പരിശോധനാ ഫലം അല്പസമയത്തിനകം തന്നെ വരും. അതിനായുള്ളൊരു കാത്തിരിപ്പിലാണ്. അതിനുശേഷം ADGP ബി സന്ധ്യയോ അല്ലെങ്കിൽ പിന്നീട് DGPയോ ഇക്കാര്യം അറിയിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനം ഉണ്ടാകും. ഇക്കാര്യങ്ങൾ അപ്പോഴായിരിക്കും പൂർണ്ണമായ ഒരു സ്ഥിരീകരണം വരിക. പക്ഷേ വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പീപ്പിൾ TV പുറത്തുവിടുന്നത്. ജിഷയുടെ കൊലപാതകി പിടിയിലായിരിക്കുന്നു. അസം സ്വദേശി മിൻ ആറുൾ. വിവരങ്ങളുമായി സമീർ വഴങ്ങോട് ചേരുന്നുണ്ട്. സമീർ, കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന വിശദമായ വിവരങ്ങൾ. സൗമ്യ, ഇനി നമ്മൾ ഏവരും കാത്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഈ പ്രതിയുടെ DNA പരിശോധനയ്ക്ക് തന്നെയാണ്. പ്രത്യേകിച്ചും ജിഷയുടെ തോളിന് പിന്നിലെ ചുരിദാർ കൂട്ടിക്കടിച്ച ഭാഗത്ത് നിന്ന് കണ്ടെത്തിയിട്ടുള്ള ഉമിനീരിന്റെയും അതോടൊപ്പം തന്നെ വാതിൽക്കോളത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള രക്തസാമ്പിളും നഖത്തിനടിയിൽ നിന്ന് ലഭിച്ച തൊലിയിലെ കോശങ്ങളും സംബന്ധിച്ചുള്ള അതിന്റെയൊക്കെ പരിശോധനാ ഫലം പോലീസിന്റെ പക്കൽ ഉണ്ട്. അതുമായി ഈ വ്യക്തിയുടെ ഈ കാര്യങ്ങളെല്ലാം തന്നെ DNA പരിശോധനാ ഫലവുമായി എത്രമാത്രം സാമ്യമുണ്ട് എന്നുള്ളതാണ് ഇനി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. ഏതായാലും 11 മണിയോട് കൂടി അത് നമുക്ക് അറിയാൻ കഴിയും എന്നാണ് വ്യക്തമാവുന്നത്. അങ്ങനെയെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു സ്ഥിരീകരണം അല്പസമയത്തിനകം, അതായത് ഇനി 15 മിനിറ്റ് മാത്രമാണ് 11 മണിക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ 11 മണിയോട് കൃത്യമായത് അറിയുകയാണ് എങ്കിൽ വളരെ വേഗത്തിൽ തന്നെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി വാർത്താ സമ്മേളനം നടത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇത്ര നാൾ നീണ്ടുനിന്ന ഒരു കേസിൽ ഏറെ നിർണായകമായിട്ടുള്ള ഒരു നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. 3 ദിവസം മുമ്പ് അസം സ്വദേശിയായിട്ടുള്ള മിൻ ആറുളിനെ പാലക്കാട് നിന്ന് പിടികൂടുകയും പോലീസ് കൊച്ചിയിലെത്തിച്ച് രഹസ്യമായി നീണ്ടുനിന്ന ചോദ്യം ചെയ്യൽ നടത്തുകയും ചെയ്തിരുന്നു. ഏറ്റവും നിർണായകമായിട്ടുള്ള ഈ ചെരുപ്പുമായി ബന്ധപ്പെട്ട അവിടെ നിന്ന് ലഭിച്ച ചെരുപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഈ പ്രതിയിലേക്ക് എത്താൻ പോലീസിന് ലഭ്യമായത്. ഇവിടുന്ന് കട ഉടമ നൽകിയ മൊഴികളും അതോടൊപ്പം തന്നെ CCTV ദൃശ്യങ്ങളും എല്ലാം തന്നെ ഈ പ്രതിയിലേക്ക് എത്താൻ പോലീസിന് സഹായിച്ചു. ഇനിയുള്ളത് ലഭ്യമാകേണ്ടത് ഈ DNA പരിശോധനാ ഫലമാണ്. അത് വൈകാതെ തന്നെ എത്തിക്കഴിഞ്ഞാൽ പോലീസ് ഔദ്യോഗികമായി കാര്യം സ്ഥിരീകരിക്കുകയും വാർത്താ സമ്മേളനം നടത്തും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. മറ്റു പ്രധാനപ്പെട്ട കാര്യം, പ്രതിയെ ഇപ്പോൾ എവിടെയാണ് ചോദ്യം ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമല്ല. ഇത് ആലുവയിലെ പോലീസ് ക്ലബിലാണോ അതോ പെരുമ്പാവൂരിൽ മറ്റേതെങ്കിലും പോലീസ് സ്റ്റേഷനിലാണോ എന്നുള്ള കാര്യത്തിൽ അവ്യക്തതയുണ്ട്. അത് എവിടെയാണ് എന്നുള്ള കാര്യം പോലീസ് വളരെ രഹസ്യമായി വെച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രതിയെ ഇന്ന് പുറത്ത് എവിടെയും കൊണ്ടുവരില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സമീർ, തിരികെ എത്താം. സൗമ്യ വധക്കേസിലെ
പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന അഡ്വക്കേറ്റ് എ സുരേഷൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ സുരേഷൻ, ഒരുപക്ഷെ സൗമ്യയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ചർച്ച ചെയ്യപ്പെട്ട സ്ത്രീ സുരക്ഷ, അതിനുശേഷം ചില ഉറപ്പുകൾ, ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് പോലും സുരക്ഷ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ, ദേശീയ തലത്തിൽ നിർഭയ വിഷയങ്ങളൊക്കെ ഉയർത്തിയ വലിയ ഒച്ചപ്പാടുകൾ, അതിനുശേഷമൊക്കെയാണ് വലിയ സുരക്ഷ ഏർപ്പെടുത്തിയെന്നൊക്കെ അവകാശപ്പെടുന്നതിന് ശേഷമായിരുന്നു ജിഷയുടെ കൊലപാതകം. വീണ്ടും സ്ത്രീ സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട നാളുകൾ. ഒരുപക്ഷെ ചർച്ച ചെയ്യുന്നതിനപ്പുറത്തേക്ക് കൂടുതൽ ഭീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചതുകൂടിയായിരുന്നു ജിഷയുടെ കൊലപാതകം. ഇപ്പോൾ ഇവിടെ നിർണായകമായ ഒരു വഴിത്തിരിവ് ഈ കേസിൽ ഉണ്ടായിരിക്കുന്നു, പ്രതിപിടിയിലായിരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് ഈ സാഹചര്യങ്ങളെ താങ്കൾ കാണുന്നത് ശ്രീ സുരേഷൻ? കേരള പോലീസിന്റെ അന്വേഷണ മികവാണ് ഈ കാണുന്നത്. കേരള പോലീസിലെ അതിപ്രഗത്ഭരായ അന്വേഷണ ഉദ്യോഗസ്ഥരുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. വേണ്ട രീതിയിൽ അവർക്ക് പ്രചോദനം നൽകുകയും ധൈര്യം പകരുകയും അന്വേഷണവുമായി ബന്ധപ്പെട്ട് സഹകരിക്കുകയും ചെയ്യുന്ന പക്ഷം ഏത് വലിയ കേസുകളും പിടികൂടാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്ത്രീകളുടെ സുരക്ഷ കേരളത്തെ സംബന്ധിച്ച് വളരെ കാലങ്ങളായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന പല്ലവിയാണ്. വേണ്ട രീതിയിലുള്ള മുൻകരുതലുകളോ നടപടികളോ കഴിഞ്ഞ സർക്കാരുകളോ ഇതുവരെ എടുത്തു കാണുന്നില്ല. കേരള ഹൈക്കോടതിയുടെ വിധിയുണ്ടായി, തൃശ്ശൂർ സെഷൻസ് കോടതി വിധിയുണ്ടായി. അതിനെല്ലാം കുറെ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ്. നമ്മുടെ നാട്ടിലെ സഹോദരിമാര്, കുട്ടികള്, അമ്മമാര്, ഇവർക്ക് ആർക്കും തന്നെ സുരക്ഷിതമായിട്ട് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു ചേർന്നു എന്നുള്ളൊരു ഭീതി നമ്മുടെ സമൂഹത്തിലാകെ നിലനിൽക്കുന്ന ഒരു സമയത്താണ് ഇപ്രകാരമുള്ള ഒരു വളരെ മികവാർന്ന ഒരു അന്വേഷണവും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കണ്ടെത്തലും പ്രതിയെ പിടികൂടാനൊക്കെ കഴിഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇനി ചെയ്യേണ്ട കാര്യം സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഭാവിയിൽ നമ്മുടെ അമ്മമാരെ, സഹോദരിമാരെ, നമ്മുടെ സമൂഹത്തിന് സുരക്ഷിതത്വം നൽകുന്ന തരത്തിലുള്ള നിയന്ത്രണങ്ങള്, അതുമായി ബന്ധപ്പെട്ട നടപടികൾ എടുക്കേണ്ടതാണ് ഏറ്റവും അത്യാവശ്യം. ഒരുപക്ഷെ അഡ്വക്കേറ്റ് സുരേഷ്, അങ്ങനെ ഒരു ഉറപ്പ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യ ഒരു ഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ മന്ത്രിസഭാ യോഗത്തിന്റെ ആദ്യ തീരുമാനവും ആ ഒരു ഉറപ്പിന്മേൽ കൂടി ബേസ് ചെയ്തുള്ളതായിരുന്നു. കാരണം ജിഷ കൊലപാതക കേസിൽ അതുവരെ ഒന്നും നടത്താതിരുന്ന അന്വേഷണ സംഘത്തെ മാറ്റി പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നതായിരുന്നു ആദ്യ മന്ത്രിസഭാ യോഗ തീരുമാനം. ഒരുപക്ഷെ ഈ സർക്കാർ നൽകുന്ന ആ ഒരു സ്ത്രീ സുരക്ഷ സംബന്ധിച്ച ഉറപ്പ് ഇപ്പോൾ ഈ ഒരു കേസിൽ ഇങ്ങനെ ഒരു വഴിത്തിരിവിലേക്ക് കാര്യങ്ങൾ എത്തിച്ച് നിൽക്കുമ്പോൾ അതിന്റെ ഒരു പ്രാധാന്യം, അല്ലെങ്കിൽ അത് നടപ്പിലാക്കാനുള്ള ഒരു സാധ്യത, അങ്ങനെ ഒരു വലിയൊരു പ്രതീക്ഷ ഒക്കെ നൽകുന്നതല്ലേ? തീർച്ചയായിട്ടും നല്ല പ്രതീക്ഷയാണ്. നമ്മുടെ സമൂഹത്തിനെ സംബന്ധിച്ച് സ്ത്രീകളെന്ന് മാത്രമല്ല സമൂഹത്തിന് മൊത്തത്തിൽ തന്നെ ഏറ്റവും പ്രതീക്ഷ പകരുന്ന ഒരു കാര്യമാണ്. ഈ പ്രതീക്ഷ നിലനിർത്തിക്കൊണ്ടും നമ്മുടെ പോലീസ് സംവിധാനം കുറ്റമറ്റ രീതിയിലും മെച്ചപ്പെട്ട രീതിയിലും മുന്നോട്ട് കൊണ്ടുപോകുന്ന പക്ഷം നമുക്ക് നമ്മുടെ സമൂഹത്തിനെ സംബന്ധിച്ച് ഏറ്റവും പ്രയോജനപ്രദമായിരിക്കും. അവരെ സംബന്ധിച്ച് സുരക്ഷിത ബോധം ഉണ്ടാകും എന്നുള്ളതാണ് ഉറപ്പ്. ഒരുപക്ഷെ ശ്രീ സുരേഷൻ, സൗമ്യ വധക്കേസിൽ പിന്നീട് സംഭവിച്ച കാര്യങ്ങളൊക്കെ അതെത്ര എങ്ങനെയായിരുന്നു എന്നൊക്കെ നമ്മൾ കണ്ടറിഞ്ഞതാണ്. ഇനിയിപ്പോൾ ഈ കാര്യങ്ങളിലേക്ക് കൂടി വിഷയങ്ങൾ എത്തുമ്പോൾ ഇന്നിപ്പോൾ DNA പരിശോധനയൊക്കെ വലിയൊരു ശാസ്ത്രീയ തെളിവായി മാറും. അതിനും അപ്പുറത്തേക്ക് കേസിൽ തെളിവുകൾ എന്നത് ഏത് കേസിനെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമാണ്. അതിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുമ്പോൾ അത് എങ്ങനെയായിരിക്കും അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് കരുതുന്നു? തീർച്ചയായിട്ടും ഇതിന്റെ അന്വേഷണം വളരെ കുറ്റമറ്റ രീതിയിൽ നടന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നത്. അതിൽ അന്വേഷണ ഉദ്യോഗസ്ഥര്, അതിനെ ഏർപ്പെട്ടുള്ള ശാസ്ത്രീയ തെളിവുകൾ, ഇതെല്ലാം തന്നെ നമ്മളെ സംബന്ധിച്ച് നേരിട്ടുള്ള തെളിവ് അല്ലെങ്കിലും അതിന്റെ സാഹചര്യ തെളിവ് അടക്കം നമുക്ക് തെളിയുന്ന രീതിയിലുള്ള കുറ്റമറ്റ രീതിയിലുള്ള തെളിവുകൾ ശേഖരിക്കാൻ കേരള പോലീസിന് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക അഡ്വക്കേറ്റ് സുരേഷൻ. ഏതായാലും ജിഷയുടെ കൊലപാതക കേസിലെ പ്രതിയെ പിടികൂടിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം, മുഖ്യമന്ത്രി അടക്കമുള്ള പ്രതികരണങ്ങളിലേക്ക് കൂടി പോവുകയാണ്. ജിഷ കേസിലെ പ്രതിയെ പിടികൂടാനായത് കേരള പോലീസിന്റെ അഭിമാനകരമായ നേട്ടമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏറ്റവും ചില പുതിയ വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ട്. സുനിൽ അർമാനിലേക്ക് പോവുകയാണ്. വളരെ വേഗം സുനിൽ. സൗമ്യ, DNA ഫലം ഇപ്പോൾ വന്നിരിക്കുന്നു. ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള അസം സ്വദേശി തന്നെയാണ് ഈ പ്രതി എന്നുള്ള നിഗമനത്തിലേക്കാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്നിരിക്കുന്നത്. DNA ഫലം അല്പം മുമ്പാണ് മെയിൽ വഴി ADGP സന്ധ്യയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനി കൂടുതൽ ചോദ്യം ചെയ്യലിലേക്കാണ് കടക്കേണ്ടത്. കാരണം നേരത്തെ ഉണ്ടായിരുന്ന പരിശോധന ഫലം അനുസരിച്ചുള്ള കാര്യങ്ങളിലേക്ക് തന്നെ ശാസ്ത്രീയമായ തെളിവുകളിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം ഇയാളുടെ DNA ആണ് നേരത്തെ പരിശോധനയ്ക്ക് അയച്ചത്.
കാണിച്ചിരുന്നത്. അതിൻ്റെ റിസൾട്ട് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കൃത്യമായ ഒരു നിഗമനത്തിലേക്ക് ADGP സന്ധ്യയും മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥരും എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും ഈ കസ്റ്റഡിയിലുള്ള വ്യക്തിയെ പ്രത്യേക കേന്ദ്രത്തിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നുള്ള സൂചനയാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. ഈ പ്രതി നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആണ് ഈ കൊലപാതകത്തിന് വഴിവെച്ചത് എന്നുള്ളത് കൃത്യമായ രീതിയിൽ തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഫലം വന്നിരിക്കുന്നത്. കാരണം മുംബൈയിലുള്ള DGP ബെഹ്റ കൃത്യമായ നിർദ്ദേശമാണ് ഇപ്പോൾ സന്ധ്യയ്ക്ക് നൽകിയിരിക്കുന്നത്. വളരെ കൃത്യമായ റിസൾട്ടുകൾ അനലൈസ് ചെയ്ത ശേഷം മാത്രമേ ഈ കേസിൻ്റെ വിശദാംശങ്ങൾ സംബന്ധിച്ച് മാധ്യമപ്രവർത്തകരോട് പറയാവൂ എന്നാണ് അദ്ദേഹം തന്നെ അല്പം മുമ്പ് സന്ദേശം നൽകിയിരിക്കുന്നത്. അത് സന്ധ്യയ്ക്ക് ആ സന്ദേശവും ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ രഹസ്യ കേന്ദ്രത്തിൽ കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുകയാണ്. ഇനി ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അസം സ്വദേശിയായ മിൻ ആറുൾ ഏത് തരത്തിലാണ് ഈ കൊലപാതകം നടത്തിയത്, എന്തിനാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ളത് കൃത്യമായ രീതിയിലുള്ള ഒരു രേഖപ്പെടുത്തൽ ഉണ്ടാകും. അതിനുവേണ്ടി അന്വേഷണ ഉദ്യോഗസ്ഥർ വീണ്ടും ഇയാളെ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ഏറ്റവും പുതുതായി ലഭിക്കുന്നത്. അല്പം മുമ്പാണ് തിരുവനന്തപുരത്തെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് DNA ഫലം അന്വേഷണ സംഘത്തിന് കൈമാറിയിരിക്കുന്നത്. കാരണം നേരത്തെയുള്ള ശാസ്ത്രീയ തെളിവുകളിൽ ഒന്ന് ഫോറൻസിക് ലാബിൻ്റെ പരിശോധന റിപ്പോർട്ടായിരുന്നു. ഇത് പോലീസ് കരുതിയതുപോലെ തന്നെ ഈ പറഞ്ഞ ബ്ലഡിലെ ഉള്ള കോശങ്ങളും അതുപോലെ തന്നെ ഈ ബ്ലഡിൻ്റെ ഗ്രൂപ്പും അടക്കമുള്ള ശാസ്ത്രീയ തെളിവുകൾ ഈ കസ്റ്റഡിയിലായ ആസാം സ്വദേശിയിലെ ആണ് എന്ന നിഗമനത്തിൽ എത്തിച്ചേരുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് DNA പരിശോധന ഫലത്തിന് വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥർ കാത്തിരിക്കുകയും ചെയ്യുന്നത്. തീർച്ചയായും കഴിഞ്ഞ ഏപ്രിൽ 28-ന് നടന്ന ഒരു കൊലപാതകത്തിന് പുതിയ മാനം വന്നിരിക്കുന്നു. പുതിയ അന്വേഷണ സംഘം ഇപ്പോൾ അതിൻ്റെ കൊലപാതകികളെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള നിർണായകമായിട്ടുള്ള വിവരമാണ് നമുക്കിപ്പോൾ പങ്കുവെക്കേണ്ടി വരിക. കൂടുതൽ അപ്പോൾ ആ സ്ഥിരീകരണം തന്നെയാണ് ഉണ്ടാകുന്നത്. ജിഷയുടെ കൊലപാതകി പിടിയിലായിരിക്കുന്നു. അസം സ്വദേശി മിൻ ആറുൾ. ഒരുപക്ഷെ ആ പേര് കൃത്യമായി പുറത്ത് വരേണ്ടതുണ്ട്. പല മാധ്യമങ്ങൾ പല രീതിയിലാണ് വാർത്ത കൊടുക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരം പ്രകാരം മിൻ ആറുൾ ആണ്, അസം സ്വദേശിയാണ് പിടിയിലായിരിക്കുന്നത്. DNA ഫലം കൂടി വന്നിരിക്കുന്നു. അത് ആ പ്രതിയുടേത് തന്നെയാണ്, മിൻ അമറുൾ. മിൻ അമറുൾ എന്ന അസം സ്വദേശിയാണ് ജിഷയുടെ കൊലപാതകം നടത്തിയത് എന്നാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. DNA ഫലം പുറത്തു വന്നിരിക്കുന്നു. പിടിയിലായ ആ പ്രതിയുടേത് തന്നെയാണ് എന്ന് വ്യക്തമായിരിക്കുന്നു. ഏതായാലും ജിഷ കേസിലെ പ്രതിയെ പിടികൂടാനായത് കേരള പോലീസിന്റെ അഭിമാനകരമായ നേട്ടമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആദ്യ പ്രതികരണം. കേരളം കാത്തിരുന്ന വാർത്തയാണ് ജിഷ കേസിലെ പ്രതിയെ കണ്ടെത്തുക എന്നത്. പോലീസിന്റെ തൊപ്പിയിലെ പൊൻതൂവൽ കൂടിയാണ് ഇത് എന്നും പിണറായി പറഞ്ഞിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ അധികം വൈകാതെ അറിയാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.